Hi all, welcome back to our history class Nationalism in India. പ്രീവിയസ് ക്ലാസ്സിൽ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ എതിർത്തു. എന്നാൽ മഹാത്മാഗാന്ധി 1922 ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായത്. അതിനുശേഷം 1929 അദ്ദേഹം വേറൊരു അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസിങ് വൈ ഗാന്ധിജി ക്യാൻസൽഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് we are discussing some important events that were happened in India between 1922 to 29. Let us start our session. Withdrawal of non-cooperation movement. ആദ്യമായി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി നിർത്തിവെക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗോരഖ്പൂരിലെ ചൗരി ചൗര എന്ന ഒരു പ്രദേശത്ത് നടന്ന ഒരു ഇൻസിഡൻറ്റ്, അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെക്കാനുള്ള കാരണമായത്. In 1922, a peaceful procession in a bazaar at Chauri Chaura turned into a violent clash with British police. അപ്പോൾ ചൗരി ചൗരയിൽ വെച്ച് വയലൻ്റ് പ്രൊട്ടസ്റ്റേഴ്സ് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അത് കത്തിച്ചു. അങ്ങനെ 22 പോലീസ്മെൻ വർ ഡൈഡ്. ഈ ഒരു സംഭവം ഗാന്ധിജിയുടെ ഐഡിയോളജിക്ക് എതിരായിരുന്നു. നോൺ വയലൻസ് ആയിരുന്നല്ലോ ഗാന്ധിജിയുടെ ഒരു വെപ്പണായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി ഒരു കാര്യം മനസ്സിലാക്കി, പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഫോളോ ദിസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിത്ത് നോൺ വയലൻസ് ആൻഡ് സോ ഹീ കോൾഡ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തി വയ്ക്കാനുള്ള കാരണം. പിന്നീടാണ് അദ്ദേഹം 1929 പുതിയ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന പേരിൽ. ബട്ട് ബിറ്റ്വീൻ 1922 to 29 സം ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഹാപ്പൻ ഇൻ ഇന്ത്യ. ആ കാര്യങ്ങളാണ് പിന്നീട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണമായത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 1922 to 29 വരെ ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ബിറ്റ്വീൻ 1922 to 29. ഫസ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ രണ്ട് പ്രോമിനൻ്റ് ലീഡേഴ്സ് ആയിരുന്നു CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഈ രണ്ട് ലീഡേഴ്സാണ് സ്വരാജ് പാർട്ടി എന്നു പേരുള്ള ഒരു പാർട്ടി ഫോം ചെയ്തത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു റിട്ടേൺ കൗൺസിൽ പൊളിറ്റിക്സ് എന്നതായിരുന്നു. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ബോയ്ക്കോട്ട് എവ്രിതിങ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ വരെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. ആൻഡ് നൗ ദീസ് ടു ലീഡേഴ്സ് വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൗൺസിൽ ഇലക്ഷൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻ്റ് ആയിരുന്നു. കാരണം ഈ സമയത്ത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വേറൊരു ഐഡിയോളജി കൂടി വരാനായിട്ട് തുടങ്ങുകയാണ്. വേറെയും ലീഡേഴ്സ് പുതിയ പുതിയ നയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി. ദെൻ സെക്കൻഡ് പോയിൻ്റ്, റാഡിക്കൽ അജിറ്റേഷൻ. ഇതും കോൺഗ്രസ്സിലെ ലീഡേഴ്സായിരുന്ന ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും കോൺഗ്രസ്സിലെ ലീഡേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു വിയോജിപ്പ് വരികയാണ് ഉണ്ടായത്. സോ അതർ ലീഡേഴ്സ് ലൈക്ക് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ദേ ആർഗ്യൂഡ് ഫോർ എ റാഡിക്കൽ അജിറ്റേഷൻ അൺലൈക്ക് ഗാന്ധിയൻ വേ. അപ്പോൾ ഗാന്ധിജി ഒരു അഹിംസ, നോൺ വയലൻസ്, സത്യാഗ്രഹ എന്നീ വെപ്പൺസ് വെച്ചാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. എന്നാൽ ഈ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ലീഡേഴ്സ് ഇതിന് എതിരായിട്ട് കുറച്ചുകൂടി വയലൻ്റായ ഒരു മാസ് അജിറ്റേഷൻ ആണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി പെട്ടെന്ന് നിർത്തിയത് ഈ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനും പോലെയുള്ള ലീഡേഴ്സിന് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അവർ ഒന്നുകൂടി മാസ് മൂവ്മെൻറ്റ് വേണം എന്ന് ആർഗ്യൂ ചെയ്തു. അങ്ങനെ ഒരു റാഡിക്കൽ അജിറ്റേഷൻ വീണ്ടും ഉണ്ടാവുകയാണ് ഉണ്ടായത്. ഓക്കെ, ദെൻ വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇക്കണോമിക് ഡിപ്രഷൻ.
നമുക്കറിയാം 1929 ഓൾ ഓവർ ദ വേൾഡ് ഒരു ഇക്കണോമിക് ഡിപ്രഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും ആ ഒരു ഡിപ്രഷൻ ബാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയെ അത് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് അഗ്രികൾച്ചറൽ പ്രൈസ് ബിഗാൻ ടു ഫോൾ 1926 മുതൽ 30 വരെയുള്ള ഒരു സമയത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ പ്രൈസൊക്കെ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എക്സ്പോർട്ട്സ് ഡിക്ലൈൻ ചെയ്തു. ഇന്ത്യയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ട്സൊക്കെ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ഡിപ്രഷനായിരുന്നു. അത് എല്ലാവരെയും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എക്സ്പോർട്ട്സൊക്കെ ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഇന്ത്യയിലെ പെസൻസിനെ ആയിരുന്നു. പെസൻസ് വെർ ഇൻ ട്രബിൾ ബിക്കോസ് ഇന്ത്യ വാസ് എൻ അഗ്രേറിയൻ ഇക്കോണമി. അപ്പോൾ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ ഇക്കോണമിയെയാണ് ഇതൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 1922 മുതൽ 29 വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്. അപ്പോൾ ഇത് കൂടാതെ മറ്റ് പല 1-2 സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അറൈവൽ ഓഫ് സൈമൺ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള സമരം ഒക്കെ വളരെയധികം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത്. അപ്പോൾ എന്നും ഇന്ത്യയിൽ എപ്പോഴും ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെതിരെയൊക്കെ സമരവും പ്രതിഷേധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിലെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പഠിക്കാനും അവർക്കൊരു സൊല്യൂഷൻ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ടോറി ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ അയക്കുകയാണ്. ആ കമ്മീഷൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. അതിൻ്റെ ഹെഡായിരുന്നു സർ ജോൺ സൈമൺ എന്ന വ്യക്തി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് സൈമൺ കമ്മീഷൻ എന്ന പേര് വന്നത്. ആൻഡ് ദ എയിം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദിസ് കമ്മീഷൻ വാസ് ടു ലുക്ക് ഇൻ ടു ദ ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് സജസ്റ്റ് ചേഞ്ചസ്. ബട്ട് ദർ വാസ് എ പ്രോബ്ലം. ദ കമ്മീഷൻ ഡിഡ് നോട്ട് ഹാവ് എനി ഇന്ത്യൻ മെമ്പർ. അപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അതിന് സൊല്യൂഷൻസ് കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. So, when the commission entered in India in 1928, it was greeted with the slogan "Go Back Simon." അപ്പോൾ "Go Back Simon" എന്നുള്ള മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻസ് ഈ ഒരു സൈമൺ കമ്മീഷനെ എതിരേറ്റത് എന്ന് വേണം പറയാൻ. അതായത് സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. കാരണം അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരാളും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന് ഈ ഒരു കമ്മീഷനിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾ പാർട്ടീസ് ഇൻക്ലൂഡിങ് ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അങ്ങനെയുള്ള എല്ലാ പാർട്ടീസും ഈ സൈമൺ കമ്മീഷന് എതിരെയായിട്ട് തിരിഞ്ഞു. So, in 1929, Lord Irwin made a vague offer of dominion status to India and a roundtable conference to discuss a future constitution. അപ്പോൾ ഈ സൈമൺ കമ്മീഷന് വന്നതുകൊണ്ടുള്ള അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ഇന്ത്യക്ക് ഒരു വേഗ് ഓഫർ കൊടുക്കുകയാണ്. ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പദവി. ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി ഇൻഡിപെൻഡൻസ് ആണ്. ഫുള്ളായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് അല്ല, എന്നാലും കുറച്ചൊക്കെ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തു. മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലീഡേഴ്സിനെ ബ്രിട്ടനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ടു അറ്റൻഡ് എ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ടു ഡിസ്കസ് എ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭാവിയിൽ ഇനിയൊരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇന്ത്യക്ക് ഫ്രെയിം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലീഡേഴ്സ് ഇതിനൊക്കെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ഈ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽസിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ഒരു സമയത്ത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് മോഡറേറ്റ് ലീഡേഴ്സ്, ലിബറൽസ്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടെ തന്നെ എക്സ്ട്രീമിസ്റ്റ് എന്ന പേരിൽ ഒരു വിഭാഗം കൂടിയിട്ട് വരാനായിട്ട് തുടങ്ങി. അതായത് മോഡറേറ്റ്സ്, ലിബറൽസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മാറ്റം വേണം, പക്ഷേ അവർ ത്രൂ പെറ്റീഷൻ ലെറ്റേഴ്സിലൂടെയൊക്കെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് അവരുമായിട്ട് യാചിച്ച് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ചേഞ്ചസ് ഭരണത്തിൽ വരണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിന് ഒക്കെ എതിരായിരുന്നു എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതായത് തീവ്രവാദികളായിരുന്നു അവർ. അപ്പോൾ അതിൽ ഉള്ള ലീഡേഴ്സായിരുന്നു ഈ നമ്മുടെ ഭഗത് സിംഗ്, അതുപോലെ ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ലീഡേഴ്സൊക്കെ. അപ്പോൾ ഇവർ എല്ലാവരും എന്താണ്, ഈ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസിനെയും അതുപോലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിനെയും ഒക്കെ എതിർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ലാഹോറിൽ വെച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നത് അണ്ടർ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് ലാഹോറിൽ വെച്ച് നടന്നു. അങ്ങനെ 1929 ലാഹോർ കോൺഗ്രസ് മീറ്റിങ്ങിൽ വെച്ച് കോൺഗ്രസ് ലീഡേഴ്സ് ഒരു ഡിസിഷൻ എടുത്തു. ഇതനുസരിച്ച് 1930 നമ്മൾ പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സെഷൻ കോൺഗ്രസ് ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഭാഗമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന, പൂർണ്ണ സ്വരാജ് മീൻസ് കംപ്ലീറ്റ് ഫ്രീഡം. അപ്പോൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നത് ഏത് സെഷൻ കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ 1929 ലാഹോർ സെഷൻ കോൺഗ്രസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. ബട്ട് ഈ ഒരു അനൗൺസ്മെൻറ്റിന് പൂർണ്ണ സ്വരാജ് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിന് വേണ്ടത്ര അറ്റൻഷനോ സപ്പോർട്ടോ ഒന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. മാത്രമല്ല അത് സെലിബ്രേറ്റ് ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ വന്നു ചേർന്നുള്ളൂ. അങ്ങനെ ഗാന്ധിജി വീണ്ടും ഒരു മാസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കുകയാണ്. അപ്പോൾ 1922 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവസാനിപ്പിച്ചു. പിന്നീട് ഇത്രയും കാലം 1929 വരെ ഗാന്ധിജി ഒരു മാസ് മൂവ്മെൻറ്റിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പൂർണ്ണ സ്വരാജ് എന്നുള്ള തീരുമാനത്തിന് ശേഷം വീണ്ടും ജനങ്ങളെ ഒന്നുകൂടി ഒരു മാസ് മൂവ്മെൻറ്റിലേക്ക് അടുപ്പിക്കണം എന്ന് ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ഇതനുസരിച്ച് ദെൻ ഇൻ 1930 ജനുവരി 31 1930 ജനുവരി 31 ഗാന്ധിജി ഒരു ലെറ്റർ ലോർഡ് ഇർവിന് അയക്കുകയാണുണ്ടായത്. ഗാന്ധി സെൻഡ് എ ലെറ്റർ ടു ലോർഡ് ഇർവിൻ വിത്ത് 11 ഡിമാൻഡ്സ്. ഇതിൽ 11 ഡിമാൻഡ്സ് ഗാന്ധിജി ഇർവിന് മുന്നിൽ വെച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് എബോളിഷൻ ഓഫ് സാൾട്ട് ടാക്സ് എന്നതായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് ഇന്ത്യൻസ് വെർ നോട്ട് അലൗഡ് ടു മാനുഫാക്ചർ സോൾട്ട്. അപ്പോൾ ഇന്ത്യൻസിന് സോൾട്ട് ഉണ്ടാക്കാനുള്ള പെർമിഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാത്രമല്ല ദേ നീഡ് ടു പേ ഹെവി ടാക്സ് ഫോർ ദ കൺസംഷൻ ഓഫ് സോൾട്ട്. അപ്പോൾ സോൾട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു എമൗണ്ട് ടാക്സും കൊടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ എബോളിഷൻ ഓഫ് സാൾട്ട് ടാക്സ് അതായിരുന്നു ലോർഡ് ഇർവിന് അയച്ച ലെറ്ററിലെ മെയിൻ കണ്ടൻറ്റ്. ഈ ലെറ്ററിന് അവർ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡേറ്റ് കൂടി, ഒരു ഫൈനൽ ഡേറ്റ് അൾട്ടിമേറ്റം ആയിട്ട് ഗാന്ധിജി മാർച്ച് 11 ആയിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ച് 11 ഒരു റെസ്പോൺസ് ഇതിൻ്റെ ഇതിന് ഒരു കിട്ടണം എന്ന് ഗാന്ധിജി ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഗാന്ധിക്ക് ഒരു റെസ്പോൺസും ലോർഡ് ഇർവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഫൈനലി ഹി സ്റ്റാർട്ടഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വിത്ത് സോൾട്ട് സത്യാഗ്രഹ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മാസ് അജിറ്റേഷൻ ഗാന്ധിജി 1930 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം
1922 മുതൽ 1929 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചത്, അത് എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലേക്ക് നയിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ കോഴ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് ജനങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.